ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബൽ മാത്യു ഇപ്പോൾ BJP-യിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. അതിൻ്റെ കാരണം അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ മന്ത്രി ജോർജ് കുര്യൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്നു എന്നതാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണോ താങ്കളെ സസ്പെൻഡ് ചെയ്തത്? എനിക്കറിയത്തില്ല എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്ന്. അതുപോലെ എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം രാജീവ് ചന്ദ്രശേഖർക്കില്ല. അപ്പോൾ അതൊക്കെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയൊക്കെ തെറ്റാണ്. ഞാനേതായാലും ഇപ്പം എന്നെ വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. എനിക്കിപ്പം ഞാനിങ്ങനെ വേറെ ഒരു സ്ഥലത്തൊന്നും പോകാനോ ഒന്നും നിശ്ചയിച്ചിരുന്നില്ല. അപ്പം ജോർജ് കുര്യൻ അവിടെ മത്സരിച്ചായിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇവരൊരു കോർ കമ്മിറ്റിയാണല്ലോ തീരുമാനിക്കുന്നത്. ഈ കോർ കമ്മിറ്റി ജനാധിപത്യമാണല്ലോ BJP-യിൽ. അവർക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ അങ്ങ് വീതിച്ചെടുക്കും, ബാക്കി ആൾക്കാർ കൂടും. കാരണം പിന്നെ 1 കോടി രൂപ ഒക്കെ വെച്ച് കിട്ടും. കഴിഞ്ഞ ഇലക്ഷന് കാഞ്ഞിരപ്പള്ളി 2,20,00,000 കൊടുത്തത്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഉള്ള വലിയ പ്രചരണങ്ങൾ അത് കിട്ടും, ചില കയ്യിലും ആക്കാം എന്നുള്ളതാണ് ലക്ഷ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കാഞ്ഞിരപ്പള്ളി ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ എനിക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി ആ ഒരു അധികാരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വന്നതാണോ? അദ്ദേഹം 2 മാസം മുമ്പേ ഇതിനുള്ള പ്രചരണങ്ങൾ, ഇതിനുവേണ്ടിയുള്ള കളമൊരുക്കിയിരുന്നു. 2 മാസം മുമ്പ് ഒരു TV-യിൽ വാർത്ത വന്നു, ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ. അപ്പോൾ അന്ന് വന്നപ്പോഴത്തേനും അദ്ദേഹം ഇവിടെ ഒരു കോർ കമ്മിറ്റി കൂടുന്ന ദിവസമാണ്. അദ്ദേഹം പറഞ്ഞു ഇതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ ചുമ്മാ അദ്ദേഹത്തിന്റെ പടമായിരുന്നു, അദ്ദേഹം തന്നെ കൊടുത്തായിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് വിമർശനം ഉന്നയിച്ചത്.